ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പുതിയ ദിവസത്തിലെ നമ്മുടെ വായനാ ഭാഗം പുറപ്പാട് പുസ്തകം 39 മുതൽ 40 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം ഉൽപ്പത്തി പുസ്തകം 38 അധ്യായം 6 വാക്യം. യഹൂദ തൻ്റെ ആദ്യജാതനായ ഏരിന് താമാർ എന്നു പേരുള്ള ഒരു ഭാര്യയെ എടുത്തു. താമാർ എന്ന ഒരു സ്ത്രീ കഥാപാത്രത്തെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. പനവൃക്ഷം, ഈന്തപ്പന എന്നതൊക്കെയാണ് താമാർ എന്ന പേരിൻ്റെ അർത്ഥങ്ങൾ. എന്നാൽ താമാർ എന്നു പേരുള്ള 3 സ്ത്രീകളും ഒരു സ്ഥലനാമവും വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യാക്കോബിൻ്റെ പുത്രനായ യഹൂദായുടെയും ബത്ശൂവയുടെയും ആദ്യജാതനായ ഏരിൻ്റെ ഭാര്യയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഉൽപ്പത്തി പുസ്തകം 38 അധ്യായത്തിൽ പറയുന്ന സ്ത്രീ കഥാപാത്രമാകുന്നുവല്ലോ താമാർ. ഈ താമാറിന് പുത്രന്മാരില്ലാതെ അഥവാ മക്കളില്ലാതെ വൈധവ്യം സംഭവിക്കുകയും ഭർത്തൃ സഹോദരന്മാരാൽ സന്തതിയെ നിലനിർത്തുന്നതിന് ആഗ്രഹിച്ചെങ്കിലും അത് നടക്കാതെ വന്നപ്പോൾ വേഷപ്രച്ഛന്നയായി ഭർത്തൃപിതാവിനെ സമീപിക്കുകയും ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകം 38 നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അങ്ങനെ ഭർത്തൃപിതാവായ യഹൂദായിലൂടെ താമാറിന് പേരസ്, സേരഹ് എന്ന ഇരട്ട കുട്ടികൾ ജനിക്കുകയും ചെയ്യുന്നു. എന്നാൽ യേശുവിൻ്റെ വംശാവലിയിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഈ താമാറിനെ തന്നെയാണ്. ഇവിടെ മുഖ്യ കഥാപാത്രമായി മാറുന്ന താമാർ പുരുഷ മേൽക്കോയ്മയുടെ ഇരയായി തീരുന്ന സ്ത്രീ സമൂഹത്തിൻ്റെ നിഴലായി മാറുന്നു. ഒന്നാമതായി സംഘർഷങ്ങൾക്കും വെല്ലുവിളികൾക്കും ഇരയാകുന്ന താമാർ. തൻ്റെ ഭർത്താവായ ഏരിൻ്റെ വിയോഗത്തോടെ താമാറിൻ്റെ ജീവിതം സംഘർഷഭരിതമായി തീരുന്നുണ്ട്. ഭർതൃഗൃഹത്തിലെ ഭർത്താവിൻ്റെ എല്ലാ സഹോദരന്മാർക്കും ഭാര്യയാകേണ്ടി വരുന്നു അവൾ. എന്നാൽ തൻ്റെ ഇളയ മകനെയെങ്കിലും തനിക്ക് നഷ്ടമാകാതിരിക്കുവാൻ യഹൂദ തൻ്റെ മരുമകളായ താമാറിനെ തൻ്റെ സ്വന്തം ഭവനത്തിലേക്ക് അയക്കുന്നു. ഇന്നും സ്ത്രീകൾ പലതരത്തിലുള്ള പീഡനങ്ങൾക്ക് ഇരയാകേണ്ടി വരുന്നുണ്ട്. കുടുംബങ്ങളിലും ഭർതൃഭവനങ്ങളിലും തൊഴിലിടങ്ങളിലും ഒക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം സ്ത്രീകൾ ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ താൻ കടന്നു പോകുന്ന അവസ്ഥയോർത്ത് വ്യാകുലപ്പെട്ട് ജീവിതം കഴിച്ചുകൂട്ടിയിരുന്നെങ്കിൽ താമാറിൻ്റെ ജീവിതം ഒരു ഇരുളടഞ്ഞ അധ്യായമായി തീരുമായിരുന്നു. ഇവിടെ സംഘർഷങ്ങളും വെല്ലുവിളികളും ഒക്കെ ഏറ്റെടുക്കുവാൻ താമാർ തയ്യാറായി. അതിൻ്റെ ഫലമായി ഭർത്തൃപിതാവിൻ്റെ മൂല്യമേറിയ വസ്തുക്കളും വിലപിടിപ്പുള്ളതായ അവകാശവും തൻ്റെ മുന്നിൽ പണയപ്പെടുത്തുവാനുള്ള ജീവിത സാഹചര്യങ്ങളിലേക്ക് കൊണ്ട് എത്തിക്കുന്നു. ജീവിതത്തെ തന്നെ തകർത്തു കളയുന്നവയ്ക്കെതിരായി യാത്ര ചെയ്യുക. രണ്ടാമതായി ഉറച്ച നീതിബോധത്തിൻ്റെ പ്രതീകമായ താമാർ. താൻ ഉറപ്പിച്ചതായ ചില തീരുമാനങ്ങൾ നടപ്പിലാക്കുവാൻ സ്വന്തം ജീവിതം തന്നെ ബലി കൊടുക്കുവാൻ തയ്യാറായി ഇറങ്ങുന്ന താമാറിനെയാണ് നാം ഇവിടെ കാണുന്നത്. കാരണം ഭർത്താവ് നഷ്ടപ്പെട്ടുപോയ സ്ത്രീക്ക് മോശയുടെ നിയമമനുസരിച്ച് മക്കളില്ലെങ്കിൽ ഭർത്തൃ സഹോദരന്മാരിലൂടെ മക്കളെ ജനിപ്പിക്കുവാനുള്ളതായ ദേവരധർമ്മത്തെക്കുറിച്ച് ആവർത്തന പുസ്തകം 25-5 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഈ ദേവരധർമ്മം ഏറ്റെടുക്കുവാൻ തയ്യാറാകാതെ ഇരുന്ന ഭർത്തൃ സഹോദരൻ്റെയും ഭർത്തൃപിതാവിൻ്റെയും പ്രവൃത്തികളിൽ നീരസം തോന്നിയിട്ടാണ് താമാർ ചില ഉറച്ച തീരുമാനങ്ങൾ ഇവിടെ എടുക്കുന്നത്. അവൾ വേശ്യയായി അഭിനയിക്കുന്നു. ഭർത്തൃപിതാവിനെ കാണുകയും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും വിലപിടിപ്പുള്ളതെല്ലാം പണയമായി വാങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ ഭർത്തൃപിതാവിനാൽ ഗർഭവതിയായിട്ട് താമാർ മാറുന്നു. മനുഷ്യ മനസ്സിന് ഉൾക്കൊള്ളുവാൻ ആകാത്തതെങ്കിലും കുടുംബ ബന്ധങ്ങളിലെ നീതിബോധത്തിൻ്റെ പ്രതീകവും യഹൂദ ഗോത്രം നിലനിർത്തുവാനുള്ള താമാറിൻ്റെ ഉറച്ച തീരുമാനവുമാണ് നമുക്ക് ഇതിലൂടെ വെളിവാകുന്നത്. ഇങ്ങനെ താമാർ യേശുവിൻ്റെ വംശാവലിയിലെ ഒരു സുപ്രധാന വ്യക്തിയായിട്ട് തീരുന്നു. ഈ പ്രഭാതത്തിൽ താമാറിൻ്റെ ജീവിതത്തോട് ചേർത്ത് നമുക്ക് നമ്മെയും ഒന്ന് ശോധന ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങൾ ഏറ്റെടുക്കുവാൻ നാം ഇന്ന് തയ്യാറാണോ? ഞാനിന്ന് ഉറച്ച തീരുമാനങ്ങളിലൂടെയാണോ കടന്നു പോകുന്നത്? നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. പ്രിയ കർത്താവേ, സംഘർഷങ്ങളും വെല്ലുവിളികളും ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ അവയൊക്കെ ധൈര്യത്തോടെ നേരിടുവാനും
ഉറച്ച നീതിബോധത്തിൻ്റെ വക്താക്കളായി തീരുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.